മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ ജനൽ കാറ്റിൽ അടർന്നു വീണ സംഭവത്തിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. അതിൽ 2 നഴ്സിംഗ് വിദ്യാർത്ഥിനികൾക്ക് പരിക്കും പറ്റിയിരുന്നു. കൃത്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്ന് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കി. ഇന്നലെ വൈകിട്ട് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സംഭവമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. അതായത് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ കെട്ടിടത്തിലെ ജനൽ പാളികൾ അടർന്നു വീഴുകയായിരുന്നു. അതും ശക്തമായ കാറ്റടിച്ചപ്പോൾ അടർന്നു വീഴുന്നുണ്ട് സാഹചര്യം. പിന്നാലെ വലിയ പ്രതിഷേധങ്ങളൊക്കെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമൊക്കെ കണ്ടു. ജില്ലാ കളക്ടർ റിപ്പോർട്ടും തേടി. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമീപകാല പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഉദാഹരണം കൂടി വരുന്നത്. പോരായ്മകൾ ഏറെയുണ്ട്. അത്തരത്തിലുള്ള പരാതികൾ മഞ്ചേരി മെഡിക്കൽ കോളേജിന് നേരെയുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു സംഭവം കൂടി ഉണ്ടാക്കുന്നത്. ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ്. എന്തായാലും ജില്ലാ കളക്ടർ ഒരു നടപടിയിലേക്കൊക്കെ കടന്ന് വിശദീകരണം തേടിയിട്ടുണ്ട്. കേവലം ഒരു കാറ്റടിച്ചപ്പോൾ ഇരുമ്പിന്റെ ശക്തിയേറിയ കട്ടിയേറിയ ഫ്രെയിം പാറി വിദ്യാർത്ഥിനികളുടെ തലയിലേക്ക് വീഴുക. അതിലൊരു വിദ്യാർത്ഥിനിയുടെ നില അതീവ ഗുരുതരമായിരുന്നു ഇന്നലെ. അപ്പോൾ ഈ അധികാരികളുടെ തീർത്തും ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരു സമീപനമാണ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ളത്. ഈ ഒരു ബിൽഡിങ്ങിന്റെ ഫിറ്റ്നസ് പരിശോധിക്കണം, മതിയായ കേടുപാടുണ്ടെങ്കിൽ അത് ശരിയാക്കണം എന്നുള്ള അപേക്ഷ നമ്മൾ കുറേ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ ഒരുപാട് നാളായിട്ട് ഉന്നയിക്കുന്ന, പക്ഷെ അതിനൊന്നും ചെവിക്കൊള്ളാതെ ഇതങ്ങനെ ഉള്ള പോലെ ഉരുട്ടിക്കൊണ്ടു പോകാം എന്നുള്ളൊരു നയമാണ് അധികാരികൾ സ്വീകരിച്ചിട്ടുള്ളത്. അവരുടെ ആ ഒരു നയത്തിനേറ്റ തിരിച്ചടിയുടെ അല്ലെങ്കിൽ അതിൽ നിന്ന് വന്നുള്ള വീഴ്ചയുടെ ഒരു റിസൾട്ടാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ള അപകടം. ഇവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ശ്രദ്ധ കിട്ടാതെ, കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മെഡിക്കൽ കോളേജ് അതേ അവസ്ഥ, സർക്കാരിൻ്റെ ശ്രദ്ധ കിട്ടാണ്ട് നശിച്ചുകൊണ്ടിരിക്കുക. ഒരു വികസന ഫണ്ടോ അല്ലെങ്കിൽ പുതിയ ബിൽഡിങ്ങിനായിട്ടോ അല്ലെങ്കിൽ നവീകരണത്തിനായിട്ടുള്ള ഒരു ഫണ്ടും അനുവദിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെയുള്ള റിസൾട്ടാണ് ഇതിനൊരു മാറ്റം ഉണ്ടാവണം. ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക്, ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായി പഠിക്കാനും ചികിത്സ തേടാനും ഉതകുന്ന രീതിയിൽ ഹൈടെക് ആയിട്ട് ഇവിടുത്തെ ആരോഗ്യ മേഖല മാറണം. അതില്ലാത്ത പക്ഷം തുടർ സമരങ്ങളുമായിട്ട് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഇവിടെ ഉണ്ടാവും. ഈ കെട്ടിടത്തിലെ നിർമ്മാണത്തിലെ ഉൾപ്പെടെ അപാകതകൾ ഉണ്ടെങ്കിൽ അത് പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഉയരുന്നത്. എന്തായാലും 2 കുട്ടികൾക്കാണ് ഇന്നലെ പരിക്കേറ്റത്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.